സീരിയലിലെ ആണുങ്ങൾക്കൊന്നും മൊബൈൽ ഫോൺ ഇല്ലേ ചേട്ടാ? എന്ത്? അല്ല, പെണ്ണുങ്ങളുടെ എല്ലാ നമ്പറും ചേട്ടന്റെ ഫോണിൽ കണ്ടേ, പക്ഷെ ആണുങ്ങളുടെ ഒന്നും കണ്ടുമില്ല. അമ്മയും ഗ്ലോറിയും നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനില്ലേ നിന്റെ കൂടെ? ഒരു ഭാര്യയും ഭർത്താവും എത്ര കാലം ഇങ്ങനെ പുന്നാരിച്ചോണ്ടിരിക്കുന്ന എനിക്കൊന്ന് കാണണം. അമ്മ ഒന്ന് അടങ്ങ. ഈ മായാവതി അടക്ക നീ ആളായോടാ? രണ്ടു പ്രാവശ്യം തിരികെ. ഓക്കെ സാർ. സാറും വൈഫും. എന്താ? അയ്യോ, അയ്യോ, നേരിട്ട് കാണാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്താ ഞങ്ങളുടെ കല്യാണത്തിന് വരാതിരുന്നേ? അയ്യോ, എനിക്ക് എന്തൊരു ഇഷ്ടമാണോ ടി വി കാണുന്ന പോലെ തന്നെ സുന്ദരൻ. സാജന്റെ കൂടെ എങ്ങനെ സൂര്യ എന്നുള്ള പേര് വന്നേ? എനിക്ക് മനസ്സിലായി. കാമുകിയുടെ പേരിനോട് ഇട്ട് വെലസി നടക്കുക. കുങ്കുമ പോലൊക്കെ എത്ര സ്റ്റൈലായിരുന്നു അവന്. ചേട്ടാ 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 ഒരു ഫോട്ടോ എടുത്ത ചേട്ടാ. ഒരു ഫോട്ടോ വന്നേ. ഒരു ഫോട്ടോ സാജി സൂര്യായിട്ട് ഒരു ഫോട്ടോ എടുത്ത ചേട്ടാ. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുത്ത ചേട്ടാ. എടുത്തുതരാം. ഒരു മിനിറ്റ്, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഞാൻ എടുത്തുതരാം. ഒരു മിനിറ്റ് വന്നേ. ഒരു മിനിറ്റ് കാര്യം പറയട്ടെ. ഈ സാധനം ഇങ്ങനെ തന്നെ വേണം. എപ്പോഴും നമ്മളൊക്കെ ഇട്ട് വരട്ടുന്ന ആളല്ലേ, അനുഭവിക്കട്ടെ. അതെ, അവരൊക്കെ എന്റെ മുമ്പിൽ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുന്നവരാ. അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുത്. കുറച്ചുകൂടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അച്ചു. അച്ചു അല്ല, അർച്ചന. അച്ചു സാറന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ പ്രോഗ്രാം മുടങ്ങിയാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ സംസാരിച്ചിരിക്കാൻ ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ? ശരി. ഒരു മിനിറ്റ്. എന്തായിരുന്നു എന്റെ ജയേട്ടനുമായിട്ട് നിനക്ക് അഡ്ജസ്റ്റ്മെന്റ്? എന്താ ചെയ്തതും പോരാ, നാണമില്ലാണ്ട് പറഞ്ഞോണ്ട് നടക്കുന്നു. ഈ ആഴ്ചയും TRP റേറ്റിംഗിൽ ഭക്തഹനുമാനും കണ്ണീർ പാടവും സ്വർഗപുത്രിയും 1, 2, 3 സ്ഥാനങ്ങൾ നിലനിർത്തി. ആരാ? എന്റെ പേര് സാവിത്രി എന്നാ. ചെമ്പൻമേട്ടിന്ന് വരിക. ചെമ്പൻമേട്ടിലെ സാവിത്രിയെ ഇപ്പൊ കേണൽ സാറിന് അറിയില്ല അല്ലേ? 15 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഉദരത്തിൽ നിങ്ങൾ സമ്മാനിച്ച ജീവന്റെ തുടിപ്പാണിവൾ. നിങ്ങളുടെ മകൾ. ചെമ്പമ്മേട്ടിലെ സാവിത്രി? അതെ, മോള ദുർഗ. കഥയിലത് ജീവിതം, ഇത് അത് തന്നെ. അമ്മേ, ഒരാവശ്യ സമയത്ത് നോക്കി ഒറ്റ എണ്ണത്തിലേ കാണത്തില്ല. അമ്മേ, അമ്മേ, എന്താ മോളെ? ആ പെണ്ണ് ചെമ്പമ്മേട്ടിലെ സാവിത്രി. ചെമ്പൻമേട്ടിലെ സാവിത്രിയോ? അതെ, അച്ഛന്റെ അവിഹിത ബന്ധം. കൂടെ അവളുണ്ട്. അച്ഛൻ സമ്മാനിച്ച ജീവന്റെ തുടിപ്പ് ദുർഗ. നമസ്കാരം സർ. ആരാ? മനസ്സിലായില്ല. മനസ്സിലാവാത്തതോ അതോ മനസ്സിലായില്ലെന്ന് ഭാവിക്കുന്നതോ? അച്ഛൻ ഈ പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്, എന്നിട്ട് പറ. ചെമ്പമ്മേട്ടിലെ സാവിത്രി അച്ഛൻ അറിയത്തില്ല? ഈ സാവിത്രിയെ പറ്റി എഴുതാനല്ലേ അച്ഛൻ ചേട്ടനെ പൂട്ടിയിട്ടത്? നിങ്ങൾ എന്നെ അറിയോ? ഇല്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനാരാ? എന്റെ ഭർത്താവ് രാജേട്ടൻ. ഞങ്ങള് ജയദേവൻ സാറിനെ കാണാൻ വന്നതാ. മോൾക്ക് കണ്ണീർപ്പാടത്തിലൊരു വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിനെ വിളിക്കാറുണ്ട്. ഒരു മിനിറ്റ്. ജയേട്ടനെ എപ്പോഴും വിളിക്കാറുണ്ടോ? രാത്രിയാണോ അതോ പകലാണോ വിളിക്കാറുള്ളത്? എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ എങ്ങനെ പറയണം? മോള് വളർന്നു കഴിഞ്ഞ ഉടനെ ഇറങ്ങിക്കോളും. മോക്ക് ചാൻസ്, അമ്മയ്ക്ക് കൊഞ്ചല്. ഇനി നീ ജയേട്ടനെങ്ങാനും വിളിച്ചു പോയാ കടക്ക് പുറത്ത് ഈ നരുതിനെ കൊണ്ടുപോവാൻ. സീരിയൽ അഭിനയിക്കാൻ പറ്റിയൊരു മോന്ത. നിന്റെ സീരിയൽ കളിയൊന്നും ഇവിടെ വേണ്ട.
അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു തറവാടാണിത്. പലതും ഞാൻ കാണുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ വന്ന് വിളിച്ചപ്പോ എന്റെ നല്ല ജീവനങ്ങ് പോയി. ഈ പൂമൂത്ത് വന്നു ഇതുവരെ ആരും കരഞ്ഞോണ്ടിറങ്ങി പോയിട്ടില്ല. എന്ത് വാങ്ങാവുന്ന ആട്ടിച്ച് കരണക്കുറ്റി പൊട്ടിക്കാ വേണ്ടത്. കയറി പൊടിയോട്ട്. മോനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്ന് വെച്ച് അവളുടെ തലയിൽ കയറി താണ്ടവാടാവുന്ന എല്ലാരും കൂടെ കരുതിയിരിക്കുന്ന കണ്ണൂരിട്ടെ കരഞ്ഞു പോകുന്ന പൊട്ടിപ്പെണ്ണ ഈ പുഷ്പവല്ലി. പുഷ്പവല്ലി ആരാണെന്ന് ചുങ്കത്തറക്കാർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ആഴ്ചയിലെ TRP റേറ്റിംഗിൽ ഭക്തഹനുമാനും കണ്ണീർപ്പാടവും സ്വർഗപുത്രിയും പൊത്തൊന്നു താഴെ വീണു. തോളിത്തട്ടി സഭാഷ് എന്ന് പറയാനല്ല നമ്മൾ ഇതുവരെ ചാനലിൽ നിന്ന് ഒളിപ്പിച്ചിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട്. അല്ല, അവന്മാരെയും പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റൂല. 3 സീരിയൽ ഒറ്റയടിക്ക് തറമട്ടം പോകുമ്പോൾ പരസ്യക്കാരന്മാരുടെ അടുത്ത് അവന്മാർ തന്നെയല്ലേ സമാനം പറയേണ്ടത്. നമ്മളിനി എന്ത് ചെയ്യോളിയാ? എനിക്കിനി ഒന്നിനും പറ്റും തോന്നില്ല. നീ വേറെ ആരെങ്കിലും നോക്കുന്നത് നല്ലത്. എന്തോന്നടേ? മറ്റുള്ളവന്റെ ജീവിതം പേനാത്തുമ്പിലിട്ട് അമ്മാനമാടാൻ വളരെ എളുപ്പമാ. പക്ഷെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴല്ലേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടറിയുന്നത്. എഴുതി കൂട്ടിയത് മുഴുവൻ ഒരു ശാപം പോലെ ഇപ്പൊ തലേ വന്ന് വീഴുക. സാറേ ചായ വേണ്ട. ചായയോട് ദേഷ്യം കാണിക്കണ്ട. അത് പാവല്ലേ, പഞ്ചാര പോലും ഇട്ടിട്ടില്ല. എന്റെ സാറേ, ഞാനൊരു കാര്യം പറയാൻ സാറിന് ദേഷ്യം തോന്നുവോ? രണ്ടെണ്ണം കൂടെ പൊട്ടിക്ക് സാറേ, അപ്പൊ മൊത്തത്തിൽ ശരിയാവും. എന്റെ സാറെ, തല്ല് പേടിക്കാത്ത ഒരു പെണ്ണ് പോലും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നല്ല ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്തിന് ചന്ദ്രനിൽ പോലും ഉണ്ടാവില്ല. പിന്നെ സാർ തല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നിർത്തരുത്. അവര് വിചാരിക്കും നമുക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന്. കൊടുക്കുമ്പോ മിനിമം 2 എണ്ണമെങ്കിലും കൊടുക്കണം. അപ്പം മനസ്സിലായിക്കോളും മനസ്സിൽ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണെന്ന്. എന്റെ ജീവിതം വെച്ചാണ് ഞാൻ ഈ പറയണത്. ഇങ്ങനെ ഒരുത്തി ഇരിക്കാണ് കിട്ടിയെങ്കിൽ തല്ലി തല്ലി ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തേനെ. ഇത് ഇമ്മണി നല്ലൊരു ചെക്കന് പറ്റിയൊരു അക്കിടിയാ. അയ്യോ, ഞാനിത് എന്ത് പോക്ക പോണം. പാടിപ്പാടി പാട്ടുകാരനാവും. വേണ്ട, അമ്മ വഴക്ക് പറയും.